ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഈ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് അവിടെ ചെലവാക്കിയിട്ടുണ്ട്. 5 മാസം മുൻപെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. കഴിഞ്ഞ മാസം അവിടെ ചെന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ പുതിയ ബിൽഡിങ്ങിലേക്ക് ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ആ ബിൽഡിംഗ് അടഞ്ഞു കിടക്കുകയാണ്. ഡോക്ടർമാർ വേണ്ട രീതിയിലുള്ളൊരു സേവനം ചെയ്യുന്നില്ല. അതേപോലെ തന്നെ വേണ്ട രീതിയിലുള്ള നഴ്സുമാരില്ല. താൽക്കാലികമായി പുതിയ ബിൽഡിംഗ് തുറന്നു കൊടുത്തിട്ടുണ്ട് എങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. നമസ്കാരം. ലക്ഷങ്ങൾ പൊടിപൊടിച്ച് മന്ത്രി ഉദ്ഘാടന മഹാമഹം നടത്തും. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൊതുജനം പുറത്തു തന്നെ. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഇത്തരത്തിലൊരു ദുര്യോഗമുണ്ടായത്. ഈ ഹോസ്പിറ്റലിന്റെ പുതുക്കിയ ബ്ലോക്കാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആളുമാരവുമായി മാസങ്ങൾക്ക് മുൻപ് വന്ന് ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ രോഗികളെ പ്രവേശിപ്പിക്കുകയോ അവർക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വലിയ ആരോപണമാണ് ഉയരുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ കഴിഞ്ഞ ദിവസം യുവമോർച്ച ഹോസ്പിറ്റലിനകത്തേക്ക് റീത്ത് കൊണ്ടുപോയി വെച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഉദ്ഘാടനം നടത്തി മാസങ്ങൾക്ക് ശേഷവും യാതൊരു ചികിത്സാ സംവിധാനങ്ങളും ആ ആശുപത്രി കെട്ടിടത്തിനകത്ത് ഒരുക്കാത്തതിലാണ് യുവമോർച്ച വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ കഴിഞ്ഞ ദിവസം യുവമോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധവുമായി ആശുപത്രിക്കകത്തേക്ക് എത്തിയത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് യുവമോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് വിജിത്ത് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒരു മാസം മുൻപേ അല്ലെങ്കിൽ 1.5 മാസം മുൻപേ ഞങ്ങളൊരു സഹോദരൻ, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളെ ഒരു പ്രവർത്തകൻ, അവൻ്റെ വൈഫിന് ഒരു അസുഖമായിട്ട് ഈ താലൂക്ക് ആശുപത്രിയിൽ ചെന്ന സമയത്ത് അന്നേരം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. 5 മാസം മുൻപെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. കഴിഞ്ഞ മാസം അവിടെ ചെന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ പുതിയ ബിൽഡിങ്ങിലേക്ക് ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ആ ബിൽഡിംഗ് അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ പഴയ ഹോസ്പിറ്റലിൽ ഇവർ പോയി പഴയ ബിൽഡിങ്ങിൽ കയറിയ സമയത്ത് വളരെ ദാരുണമായ അവസ്ഥയാണ് ആ പെൺകുട്ടിക്ക് അവിടെ അനുഭവപ്പെട്ടത്. കാരണം ഒരു നായ കടിച്ച ഒരു രോഗി അവിടെ ഉണ്ടായിരുന്നു, പനി പിടിച്ച ആള്, അതേപോലെ തന്നെ മറ്റ് മാരരോഗമുള്ള രോഗികൾ എല്ലാവരും ഒരു കട്ടിലിരുന്നാണ് രോഗികളെ ഡോക്ടർ പരിശോധിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു വിഷയം ഉണ്ടായിട്ട് രാവിലെ ഒരു 10 മണിയോട് കൂടി ഇവരവിടെ എത്തിയിട്ട് രാത്രി 1 മണിക്കാണ് ഇവരവിടെ നിന്ന് കഴിച്ചിലാവുന്നത്. ഡോക്ടർമാർ വേണ്ട രീതിയിലുള്ളൊരു സേവനം ചെയ്യുന്നില്ല. അതേപോലെ തന്നെ വേണ്ട രീതിയിലുള്ള നഴ്സുമാരില്ല. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട്. അതേപോലെ ഒരു ശുചിമുറി, ഒരു ടോയ്ലറ്റിൽ ഡോറില്ല. പിന്നെ ചോർന്നൊലിക്കുന്ന ഒരു മഴക്കാലം കഴിഞ്ഞ മാസമൊക്കെ ഒരു മഴ പെയ്യുന്ന ആ സമയത്തൊട്ടാണ് അവരവിടെ പോയത്. ചോർന്നൊലിക്കുന്ന ബിൽഡിങ്, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളായത് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾ പുതിയ ബിൽഡിങ്ങിൽ കയറിയ സമയത്ത് ബിൽഡിംഗ് അടച്ചു കിടക്കുന്നു. ഒരു സജ്ജീകരണങ്ങൾ അവിടെ ആയിട്ടില്ല. റൂമിലൊക്കെ ചെന്ന സമയത്ത് പൊടിപടലങ്ങളാണ്, നായി പ്രസവിച്ച് കിടക്കുന്നു. അത്രയും വിഷയങ്ങൾ ഞങ്ങൾ അനുഭവപ്പെട്ടതിൻ്റെ രീതിയിലാണ് ഞങ്ങൾ അവിടുന്ന് ലൈവ് വീഡിയോ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ പറഞ്ഞു യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് അടുത്ത മാസം ശക്തമായ പ്രതിഷേധം ഇവിടേക്ക് ഉണ്ടാവും. ഉടനടി ഇതിന് പരിഹാരം കണ്ടില്ല എങ്കിൽ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും എന്ന് അവിടെ നിന്ന് അറിയിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് താൽക്കാലികമായി പുതിയ ബിൽഡിംഗ് തുറന്നു കൊടുത്തിട്ടുണ്ട് എങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. കേശാറ്റിയിൽ ചെന്ന സമയത്ത് ഒരു നഴ്സ് അവിടെ ഇരിക്കുന്നു, 4 ബെഡ് അവിടെ ഉണ്ട് എന്നല്ലാതെ മറ്റൊരു സജ്ജീകരണങ്ങൾ ആ കേശാലിറ്റിയിൽ അവിടെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, മുകളിലെ സ്ത്രീകളുടെ വാർഡിൽ ചെന്ന സമയത്തും പുരുഷന്മാരുടെ വാർഡിൽ ചെന്ന സമയത്തും പഴയ സ്ഥിതിയിൽ ഞങ്ങൾ കഴിഞ്ഞ മാസം ചെന്ന സമയത്ത് എങ്ങനെയാണോ ആ ഹോസ്പിറ്റലുള്ളത് പൊടി പിടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ മാസം ഏത് രീതിയിലാണ് ഞങ്ങൾ അവിടെ ചെന്നത് അതേ രീതിയിലാണ് ഈ അവസ്ഥയിൽ ഈ മാസവും അവിടെ ഉണ്ടായിട്ടുള്ളത്. പറയുമ്പോൾ 5 മാസം മുൻപേ കൊട്ടിഘോഷിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഈ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് അവിടെ ചെലവാക്കിയിട്ടുണ്ട്. ഈ നിർമ്മാണത്തിനല്ല, ഉദ്ഘാടന ആഘോഷത്തിന് വേണ്ടിയിട്ട് മാത്രം 5 ലക്ഷോളം രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ചെണ്ടമേളം കൊട്ടിഘോഷിച്ചും കൊണ്ടായിരുന്നു. അതെന്തിനാണ് ഈ ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കുന്നത് അല്ല പറ്റിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഉടനടി ഇതിന് പരിഹാരം കണ്ടില്ല എന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രസ്താവിച്ച പോലെ മുഹമ്മദ് റിയാസിനെയും മെഡിക്കൽ സൂപ്രണ്ടിനെയും ആ ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ ഈ കോഴിക്കോട് അല്ലെങ്കിൽ ഈ ബേപ്പൂർ നഗരത്തിലേക്ക് ഞങ്ങൾ കാലുകുത്താൻ സമ്മതിക്കില്ല. തീർച്ചയായും മുഹമ്മദ് റിയാസിനെ വഴിയിൽ തടയും എന്നാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്കിവിടെ പറയാനുള്ളത്.